സുന്നത്തിനെയും വിലയിരുത്തിയത്. അവരാരെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖബറിങ്കൽ വരികയോ അതല്ല വീട്ടിലിരുന്നിട്ടോ പ്രവാചകരെ വിളിച്ചിട്ടുണ്ടോ? തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജിഅ്തുക ഖാസിദ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? യാ സയ്യിദ സാദാത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ ബഷീർ യാ നദീർ എന്നിങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ച് ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഖുർആനും സുന്നത്തും സ്വഹാബികൾ ഗ്രഹിച്ചതുപോലെ താബികൾ ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കുക എന്നുള്ളതാണ് പിൽക്കാലത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള വഴി. അതാണ്, അത് സ്വീകരിക്കുന്നവരെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അസുന്നത്തി എന്നാൽ പ്രവാചകന്റെ ചര്യ, അൽ ജമാഅത്ത് എന്നാൽ സ്വഹാബത്ത്, ആ സംഘം. അതുകൊണ്ട് സ്വഹാബത്ത് അവരിൽ നിലവിലില്ലാത്ത ഒരു വിശ്വാസവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ നമ്മൾ പറഞ്ഞുകൂടാ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സ്വഹാബത്തിലൂടെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്ത് ഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പരിഹാരം എന്നാണ് ബഹുമാന്യനായ ചോദ്യകർത്താവിനോടും ഇത് ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോടും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇവിടെ ശംസുദ്ദീൻ പാലത്ത് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം ഖുർആനും സുന്നത്തുമാണ് മനുഷ്യർക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ടത്. ഈ തർക്ക വിതർക്കങ്ങള് ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ എഴുതി വെച്ച കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ അവിഷേകമായി എന്തു പറഞ്ഞു, അതിന്റെ പ്രായോഗിക വിശദീകരണമായ ഹദീസ് അവിഷേകമായി എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കുകയാണ് ഇസ്ലാമിനോട് കൂറ് പുലർത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. ചോദ്യം ചോദിക്കുവാനുള്ള അവസരം ഇവിടെയുണ്ട്. ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ട്. പക്ഷേ കൂട്ടമായി വന്നുകൊണ്ട് ചോദിക്കാനല്ലല്ലോ നാം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓരോരുത്തര് വളണ്ടിയേഴ്സിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേകമായ സജ്ജമാക്കിയ ആ സ്ഥലത്തേക്ക് ഓരോരുത്തർ പ്രവേശിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായും മറുപടി നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ബഹളം വയ്ക്കേണ്ടതില്ല, പ്രശ്നങ്ങള് ബോധപൂർവം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അടുത്ത ചോദ്യം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അസ്സലാത്തു വസ്സലാമു അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ ഇർതഖബതു അലൽ ഖത്വാ വയറാസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ വരി നിങ്ങൾ സ്റ്റേജ് മുഴുവനും നിങ്ങൾ ഓതുന്നു. കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നിങ്ങൾ ഈ മൗലിദിന്റെ, ഈ മദ്ഹുർ റസൂലിന്റെ, റസൂലുള്ളാഹിയോടുള്ള ഇസ്തിഗാസ, ലോക മുസ്ലിമീങ്ങൾ അധികവും സുന്നികളാണ്. അവരെല്ലാവരും ഈ പദ്യം ചൊല്ലുന്നുണ്ട്, അതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇവിടെ അവതരിച്ച വിഷയ അവതരണത്തിൽ ഈ മൗലിദിന്റെ ഈ വരി ചൊല്ലിയാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നിങ്ങൾ എനിക്ക് സമയം തരുകയാണെങ്കിൽ ഈ ശിർക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം, ലോക മുസ്ലിമീങ്ങൾ അധികവും ഈ വരി ചൊല്ലുന്നതാണ്. അവരുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ അത് ആദ്യം അറിയണം. എന്താണ് അവരുടെ വിശ്വാസം? ഞാൻ ചോദിക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾ നിങ്ങൾ ശിർക്കാക്കണം. അപ്പൊ ഞാൻ എന്റെ ചോദ്യം, ഇവിടെ ഒരുപാട് വഹാബി സുഹൃത്തുക്കള് സുന്നി വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ വരി ചെല്ലുകയാണെങ്കിൽ ശിർക്കാണെന്ന. അപ്പൊ ഉദാഹരണം അന്യ മതക്കാരെ പോലെയാണെന്ന. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് സുന്നികളായ വീടുകളിൽ വിവാഹം നടത്തുമ്പോ സുന്നികൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്? ഇത്രയും നിങ്ങൾ മൈക്കുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആദർശത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സുന്നി മുസ്ലിങ്ങളെ വീട്ടിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? സഹോദരങ്ങളെ, ഇർതഖബതു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിലെ വരിയാണ് ചോദ്യത്തിന്റെ തുടക്കം. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
തെറ്റ് ചെയ്തു പോയെന്നും താങ്കളോട് അതിൽ ആവലാതി ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ മൗലിദ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെയുള്ള പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ഒരു കാര്യം, ഒരു പക്ഷേ എന്താണ് ആ ജാതി ഇർത്തകബത്തു പോലുള്ള വരികൾ ചൊല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഉദ്ദേശം, അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്, എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവർ ചൊല്ലുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആമുഖമായി. അഥവാ വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന പേരിൽ മൊഹീദ്ദീൻ കുഴിപ്പുറം ജീലാനി സപ്ലിമെന്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു ലേഖനമാണ്. അതിൽ പറയുന്നു, അള്ളാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ, ആ ഒരടിമ അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും അതൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുദൂസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പറയുകയാണ്, കേട്ടോളൂ. ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആലയാണ് എന്നല്ലല്ലോ, അത് അസംഭവ്യവുമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമെന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയും, അല്ല കാണുന്ന പോലെ കാണാൻ കഴിയും, അല്ല അറിയുന്ന പോലെ അറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഈ ജാതി വരികളും അതുപോലെയുള്ള വേറെ, അത് മങ്കൂസ് മൗലിദ് എന്നല്ല, പല ജാതി മൗലിദുകളിലും അതുപോലെ തന്നെ ഖുതുബിയത്ത്, അങ്ങനെ എന്തൊക്കെ ജാതി ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ചൊല്ലുന്നത്. അല്ലെങ്കിൽ മറുഭാഗം പല സ്ഥലങ്ങളിൽ വിശദീകരിക്കേണ്ടതായിരുന്നു, വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാനുള്ളത്, ഈ ഇർത്തകബത്ത് ആയിരുന്നാലും അല്ലാഹു അല്ലാതെ പ്രാർത്ഥന അത് ശിർക്കാണ്. പിന്നെ ഇന്നാള് കാഫിർ, ഇന്നാള് മുശ്രിക് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിപാടിയല്ല മുജാഹിദീങ്ങൾക്കുള്ളത്. അത് വെച്ചുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിന്റെ ഭാഗമുള്ളത്. എന്താണ്? അവരുമായുള്ള കെട്ടുബന്ധങ്ങളും അതുപോലുള്ള കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത്, പഴയകാലത്ത് ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതാ സിറാജിൽ വന്നതാണ്. ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോ ആ കൂറ്റനാട് മുസ്ലിയാരുമായിട്ട് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് കെട്ടുബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ മസലകൾ പറയേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ മർമ്മത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ജാതി ഇർത്തകബത്തു അതുപോലുള്ള കാര്യങ്ങൾ ചൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബഹുമാന്യനായ മുനീർ മദനി നൽകിയത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചതും ആ വലിയ സത്യമാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് പദ്യത്തിലൂടെയായാലും ഗദ്യത്തിലൂടെയായാലും നാം നടത്തുന്ന ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ നരകത്തിൽ പോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണമെന്നാണ് മുനീർ മദനി ഇവിടെ സൂചിപ്പിച്ചത്. ഈ മുജാഹിദ് പ്രസ്ഥാനം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ആരെയെങ്കിലും മുശ്രിക്കുകളുടെയോ കാഫിറുകളുടെയോ സർട്ടിഫിക്കറ്റുകൾ കൂട്ടമായോ ഒറ്റയായോ വിതരണം ചെയ്യുന്ന പട്ടയം വിതരണം കണക്കെ മുശ്രിക്കിനുള്ളതും അതുപോലെ കാഫിറിനുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഒരു സ്റ്റേജോ വേദിയോ അല്ല എന്നുകൂടി ചോദ്യകർത്താവ് മനസ്സിലാക്കുക. ചോദ്യകർത്താവിന് അടുത്ത ചോദ്യം. എന്റെ ചോദ്യത്തിനല്ല ഇവിടെ മറുപടി ഉത്തരം നൽകിയത്. ഞാൻ വളരെ വളരെ നല്ല രീതിയിലാണ് ചോദിക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഇനി പിന്നെ സിറാജ് പത്രമാണ് നിങ്ങൾ തെളിവിനെ വായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിറാജിലോ അല്ലെങ്കിൽ ചന്ദ്രികയിലോ ഏതോ പേപ്പർ ആകട്ടെ, ആ പേപ്പറിൽ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ എന്റെ ചോദ്യം